ഇന്നൊരു മസാലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രീൻ പീസും പൊട്ടറ്റോയും ക്യാരറ്റും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് വേപ്പിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടിക്ക് എരിവ് കുറവാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിനൊരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് യോജിപ്പിച്ച് നമ്മൾ കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. കാരണം ഇത് തണുത്ത് കഴിയുമ്പം ഇതിന് കുറച്ചുകൂടി തിക്നെസ് കൂടും. അപ്പോൾ ഇത് കട്ട പോലെ പോകും. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ലൂസ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് തിളക്കണമെന്നില്ല, കാരണം ഇതെല്ലാം വെന്തതല്ലേ. അപ്പം ഞാൻ എന്താ ഇവിടെ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാകാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ദോശയുടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണ എങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ.